അൾസർ ഉണ്ടാവുന്നത്, സ്റ്റോമാറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ ബ്ലീഡിങ് ഡിസീസസ് ഉണ്ടാവും. ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ടാവും രക്തം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കട്ട പിടിക്കില്ല, കുറേ നേരം രക്തം പോയിക്കൊണ്ടേയിരിക്കുന്ന. ഇതൊക്കെ എന്താണ്? ശരീരത്തില് എന്തിന്റെ അഭാവത്തിലാണ്? ന്യൂട്രിയൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ അഭാവത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറയുന്ന മിനറൽസ് നമ്മളുടെ ശരീരത്തിൽ സിങ്ക്, സോഡിയം, ക്ലോറൈഡ്, പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ അഭാവത്തിൽ ശരീരം പലതരത്തിലുള്ള വൈകല്യങ്ങളാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ നമ്മൾക്ക് ഏവർക്കും എന്താവശ്യമാണ്? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളതാണ്. എന്തിന് അത്യാവശ്യമാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്? നല്ലൊരു ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലരായിട്ട് നമ്മളുടെ ജോലിയും നമ്മളുടെ കുടുംബവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശരിക്കും ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഒരു ഇന്ധനമാണ്, ഇന്ധനത്തിന്റെ കർമ്മമാണ് ചെയ്യുന്നത്. ഇന്ധനം തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം വണ്ടി ഓടുവോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഇന്ധനം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം പ്രവർത്തിക്കുകയേ ചെയ്യില്ല. ന്യൂട്രീഷൻ ഓരോ കോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ ആക്റ്റീവായിട്ട് നിർത്താനും രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മളുടെ ന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് കാണേണ്ടതാണ് ന്യൂട്രിയൻസ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള നമ്മളുടെ ഓൺ ആൻഡ് ഓണിന്റെ 2 പ്രൊഡക്റ്റുകളാണ്. ഏതാണ്? 2 ഫ്ലേവറിൽ വന്നിട്ടുള്ളതാണ്. മാംഗോ ഫ്ലേവറിലും അതേപോലെ തന്നെ വാനില ഫ്ലേവറിലും വന്നിട്ടുള്ള നമ്മുടെ ന്യൂട്രിലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, സിങ്ക്, പൊട്ടാസ്യം, മെഗ്നീഷ്യം തുടങ്ങിയ മിനറൽസ് ഒക്കെ എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു അളവിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഇതിലുള്ളത്? പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ 12 ഗ്രാം പ്രോട്ടീൻസ് ആണ്. കാർബോഹൈഡ്രേറ്റ് 75 ഗ്രാം ആണ്. ഫാറ്റ് കേവലം 0.5 ഗ്രാം മാത്രമാണ്. നോക്കിയാൽ അറിയാം. ഫോളിക് ആസിഡ്, വൈറ്റമിൻ B1, B2, B3. നമ്മളുടെ ശരീരത്തിന് 15 മില്ലിഗ്രാം ആണ് സിങ്ക് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സോഡിയം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. സോഡിയം, ക്ലോറൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ വെള്ളത്തിന്റെ ജലാംശത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നാരും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹനമൊക്കെ കൃത്യമായിട്ട് നടക്കുകയും, എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. മലം 2-3 ദിവസമായിട്ട് മുറുകി പോകുന്നു, അല്ലെങ്കിൽ മലം പോകുന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുകയും അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മളുടെ ന്യൂട്രിലൈഫ് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. എങ്ങനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും? കാരണം ന്യൂട്രിയൻസ് ആണ്, അല്ലെ? നമ്മളുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഇത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കോശങ്ങളുടെയും പ്രവർത്തനം കൃത്യമാക്കുന്നതിൽ സഹായിക്കുന്നു. അതുവഴി രോഗപ്രതിരോധ ശേഷി തന്നെ വർദ്ധിപ്പിക്കുന്നു. ഒരാൾക്ക് നല്ല രീതിയിലുള്ള ഊർജവും അതേപോലെ തന്നെ ബലവും ഇത് നൽകുന്നു. ഇത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ്. അതായത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ബാക്കി വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഓക്സിജൻ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താനായിട്ട് സഹായിക്കുന്നതാണ്. മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ ഉചിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളർച്ചയെ സഹായിക്കുന്നു, അല്ലെ? വന്ധ്യത ഒന്നും വരാതെ സഹായിക്കുന്നു. അല്ലാതെ വന്ധ്യത വന്ന ഒരാളോട് പോയി ന്യൂട്രിലൈഫ് കഴിക്കൂ എന്നല്ല പറയേണ്ടത്. വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ സംരക്ഷിക്കുന്നു. അനീമിയ വരാതെ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ത്വക്കിനും നമ്മളുടെ തൊലിക്കും നമ്മളുടെ കണ്ണിനും ഒക്കെ വളരെ നല്ല പോഷകമാണ് ഇത് നൽകുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാണ് നൽകേണ്ടത്? ന്യൂട്രിലൈഫ് ആർക്കൊക്കെയാണ് നൽകേണ്ടത്? 4 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് നൽകാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നൽകാം, മുതിർന്നവർക്ക് നൽകാം, വാർദ്ധക്യത്തിൽ ഉള്ളവർക്ക്, നമ്മളുടെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ നൽകാൻ പറ്റും. സ്ത്രീകൾക്ക് ഇത് നൽകാൻ പറ്റും. അതുപോലെ തന്നെ ആർക്കൊക്കെ നൽകാൻ പറ്റും? ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും. ആരൊക്കെയാണോ തന്റെ ആരോഗ്യം നല്ല നേരെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന, എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ ന്യൂട്രിലൈഫ് കൊടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കും അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഒക്കെ സേഫ് ആയിട്ട് നൽകാവുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഒരു രീതിയിലുമുള്ള സൈഡ് എഫക്റ്റ് ഇല്ല. ഇതൊരു വണ്ടർ ഫുഡ് എന്ന് തന്നെ നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് നൽകേണ്ടത്? ഇത് നമ്മൾക്ക് പാലില് ചേർത്ത് നൽകാൻ പറ്റും, അല്ലെങ്കിൽ
ചൂട് വെള്ളത്തിൽ നൽകാൻ പറ്റും, അല്ലെങ്കിൽ മിൽക്ക് ഷേക്കിൽ നിങ്ങൾ എന്തെങ്കിലും ജ്യൂസ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് നൽകാം, സൂപ്പിലും ഒക്കെ നിങ്ങൾക്ക് നൽകാൻ പറ്റും. ഇപ്പം ഗോതമ്പ്, ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് നൽകാനായിട്ട് സാധിക്കും. അപ്പൊ എപ്രകാരമാണ് ഇത് നൽകേണ്ടത്? 2 സ്പൂണാണ് നൽകേണ്ടത്. ഒരു ഫുൾ ഗ്ലാസ് ഓഫ് വെള്ളമാണെങ്കിൽ അത്, അല്ലെങ്കിൽ പാലാണെങ്കിൽ അതിൽ നൽകാൻ പറ്റും. 4 വയസ്സിന് മുകളിലുള്ളവർക്ക് ആണ് എങ്കിൽ 1 സ്പൂൺ വീതമാണ് കഴിക്കേണ്ടത്. ഇനി അതിലും താഴെയുള്ളവർക്ക് നിങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ വീതമാണ് ഒരു ദിവസം നൽകേണ്ടത്. ഇനി കുറച്ചുകൂടി സ്പോർട്സ്മാൻ, അത്ലറ്റ്സ് ഒക്കെ ഉള്ളവർക്ക്, കുറച്ചുകൂടി കായികപരമായിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ ബോഡി ബിൽഡേഴ്സിനൊക്കെ, അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ 3 ടീസ്പൂൺ വീതം, 3 സ്പൂണാണ് ഇത് നൽകേണ്ടത്. ഇതിൽ ഒരു ഷുഗറും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ഒക്കെ നിങ്ങൾക്ക് ഇത് നൽകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഷുഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമ്മളുടെ ന്യൂട്രിലൈഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. വുമൺ കമ്പാനിയൻ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ, പ്രോട്ടീൻ പൗഡർ, തൈ ഹെൽത്ത്, മെൽറ്റ് ഫാറ്റ്. ഇന്നിപ്പോൾ നമ്മൾ ന്യൂട്രിലൈഫും നോക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇത് എപ്പോഴും എല്ലാ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലും പറയുന്നത്, ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് അത്രയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം എന്നുള്ളതുകൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലും ഇത് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ എത്ര ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് 3 തരത്തിലുള്ള ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ആൾക്കാരാണ് എ വിഭാഗം, നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരാണ് ബി വിഭാഗക്കാര്, ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാര്. സി വിഭാഗക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും റെഡ് കളർ ആണ് അല്ലെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ്, ഡേഞ്ചർ എന്നുള്ള സിമ്പിൾ ആണ് അല്ലെ റെഡ്. അപ്പം ആ ആൾക്കാർ എന്ന് പറഞ്ഞാൽ രോഗം മൂർച്ഛിച്ച്, രോഗത്തിൽ അടിമപ്പെട്ടിട്ട് ഉള്ള ആൾക്കാർ. ഈ വിഭാഗക്കാർക്ക് ആർക്കൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് നൽകേണ്ടത്? എക്കും ബിക്കും മാത്രമാണ് നമ്മുടെ പ്രൊഡക്ട്സ് നൽകേണ്ടത്. നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും വെൽനെസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരിക്കലും ഇൽനെസ്സിനല്ല. രോഗമുള്ളവരെ തെരഞ്ഞു പിടിച്ചിട്ട് നമ്മളുടെ ഒരു പ്രൊഡക്ട്സും നിങ്ങൾ നൽകാനായിട്ട് പാടില്ല. നമ്മുടെ പ്രൊഡക്ട്സ് ഒരുപാട് ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ആമസോണിലും ഒക്കെ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഗ്യാരണ്ടി നമ്മളുടെ കമ്പനി പറയുന്നില്ല. പല പ്രൊഡക്ട്സിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, പല പ്രൊഡക്ട്സും ഫേക്ക് ആയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സ്